ഫ്രൈഡേ ഫ്ലെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വറുത്തരച്ച കറിയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോയിൽ കൂടുതൽ വരുന്ന അളവിലുള്ള ചെമ്മീൻ, 15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മുരിങ്ങാക്കായ, ഒരു തക്കാളി, 2-3 പച്ചമുളക്. സ്റ്റൗ ഓൺ ചെയ്ത് മൺചട്ടി വെക്കുക. അതിലേക്ക് കടുക് താളിച്ചെടുക്കുക. പറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ചെടുക്കുക. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് തക്കാളിയും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് നന്നായിട്ട് വറുത്തെടുക്കണം. അതിലേക്ക് വേണമെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ അരപ്പ് നമ്മൾ നേരത്തെ വഴറ്റി വച്ചിരിക്കുന്ന കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് പുളിയുടെ വെള്ളം, ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെക്കുക. അതിലേക്ക് കുറേശ്ശെയായിട്ട് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് മാത്രമേ പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാവൂ. പുളിയുടെ വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത്. പുളി ഒത്തിരി കൂടിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക. തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത്. ചേർത്ത് കൊടുത്താൽ ചെമ്മീൻ ഒത്തിരി നേരം വേവില്ല. ഒരു 4-5 മിനിറ്റാണ് മാക്സിമം ചെമ്മീൻ വേവിച്ചെടുക്കുന്നത്. ഒരു 4-5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ വറുത്തരച്ച കറി തയ്യാറായിട്ടുണ്ട്.